കേരളത്തിൽ തൃശൂർ, പത്തനംതിട്ട സീറ്റുകളെ ചൊല്ലിയാണ് ബി.ജെ.പി സീറ്റ് ചർച്ച വഴിമുട്ടി നിന്നിരുന്നത്. തുഷാർ മത്സരിക്കാൻ തയ്യാറായ തൃശൂർ സീറ്റ് നൽകാമെന്ന ധാരണയുണ്ടായിരുന്നു. തുഷാർ നിലപാട് വ്യക്തമാക്കാൻ വൈകിയതും എൻ.ഡി.എയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ആശയക്കുഴപ്പങ്ങൾക്കെല്ലാം വിരാമമായി എന്ന വാർത്തയാണ് ബി.ജെ.പിയിൽ നിന്നും കേൾക്കുന്നത്. നിലവിലെ എല്ലാ അനിശ്ചിതത്വങ്ങൾക്കും വിരാമമിട്ട് തൃശൂരിൽ കെ സുരേന്ദ്രനും പത്തനംതിട്ടയിൽ പി.എസ്. ശ്രീധരൻപിള്ളയും മത്സരിക്കാനില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി ബി.ജെ.പിക്ക് സൂചന നൽകിയതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നീക്കം. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ ദില്ലിയിൽ ചർച്ച പുരോഗമിക്കുകയാണ്. കേന്ദ്ര നേതൃത്വം കൊല്ലത്ത് സുരേഷ് ഗോപിയെ സജീവമായി പരിഗണിക്കുന്നുണ്ടെന്നാണ് സൂചനകൾ. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ പി.എസ്. ശ്രീധരൻപിള്ളയും കുമ്മനം രാജശേഖരനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ദില്ലിയിലെ ബി.ജെ.പി ആസ്ഥാനത്തെത്തിയത് രാവിലെ 11 മണിക്കാണ്. എന്നാൽ തൃശൂർ, പത്തനംതിട്ട സീറ്റുകളെ ചൊല്ലിയാണ് ബി.ജെ.പി സീറ്റ് ചർച്ച വഴിമുട്ടിയത്. തുഷാർ മത്സരിക്കാൻ തയ്യാറായാൽ തൃശൂർ നൽകാമെന്ന ധാരണയുണ്ടായിരുന്നു. തുഷാർ നിലപാട് വ്യക്തമാക്കാൻ വൈകിയത് പ്രതിസന്ധിയായിരുന്നു. എന്നാൽ വൈകിട്ടോടെ തുഷാർ കേന്ദ്ര നേതൃത്വത്തോട് തന്റെ നിലപാട് അറിയിക്കുകയായിരുന്നു. ഇതിനിടെ പത്തനംതിട്ടയ്ക്കായി അൽഫോൻസ് കണ്ണന്താനവും രംഗത്തെത്തിയിരുന്നു. രാജ്യസഭയിൽ 3.5 വർഷത്തെ കാലാവധി ബാക്കിയുണ്ടെങ്കിലും പത്തനംതിട്ട നൽകിയാൽ മത്സരിക്കാമെന്നായിരുന്നു കണ്ണന്താനം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നത്. കോഴിക്കോട്ടേക്ക് പരിഗണിച്ചിരുന്ന എം.ടി. രമേശും പത്തനംതിട്ടയിലേക്ക് മത്സരിക്കില്ലെന്ന നിലപാടിലായിരുന്നു. കൊല്ലത്ത് സുരേഷ് ഗോപിയെ നിർത്തിയാൽ വിജയസാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. കേന്ദ്ര നേതൃത്വം നിർബന്ധിച്ചാൽ മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയ സുരേഷ് ഗോപി പക്ഷേ ചർച്ചകൾക്ക് ശേഷമേ മണ്ഡലം സംബന്ധിച്ച് തീരുമാനമെടുക്കൂ എന്ന് വ്യക്തമാക്കിയിരുന്നു. അതേസമയം പത്തനംതിട്ട സീറ്റിൽ മത്സരിക്കാൻ കേന്ദ്രമന്ത്രി അൽഫോൻസ് കണ്ണന്താനവും നേരത്തെ സന്നദ്ധത അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. മത്സരിക്കാനുള്ള ആഗ്രഹം കണ്ണന്താനം നേതൃത്വത്തെ അറിയിച്ചിരുന്നതാണ്. കൂടാതെ കൊല്ലം സീറ്റിൽ സുരേഷ് ഗോപി എം.പിയെ പരിഗണിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പാലക്കാട് സീറ്റിൽ മുരളീധര വിഭാഗം സി കൃഷ്ണകുമാറിന്റെ പേര് നിർദ്ദേശിച്ചതോടെ അവിടെയും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ഇവിടെ നേരത്തെ നിശ്ചയിച്ചിരുന്നത് ശോഭാ സുരേന്ദ്രനെയായിരുന്നു. കോഴിക്കോട് സീറ്റിൽ മത്സരിക്കാൻ പാർട്ടി നിശ്ചയിച്ചത് എം.ടി. രമേശിനെയാണ്. എന്നാൽ പത്തനംതിട്ടയിൽ മത്സരിക്കാനാണ് രമേശ് ആദ്യം താല്പര്യം പ്രകടിപ്പിച്ചത്. കോഴിക്കോട് സീറ്റിലേക്ക് കെ.പി. ശ്രീശന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. മറ്റു സീറ്റുകളിൽ ഏകദേശ ധാരണയായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ, കൊല്ലത്ത് ആനന്ദബോസ്, മാവേലിക്കര പി.എം. വേലായുധൻ, ആറ്റിങ്ങൽ പി.കെ. കൃഷ്ണദാസ്, കണ്ണൂർ സി.കെ. പത്മനാഭൻ തുടങ്ങിയവയാണ് പുറത്തുവരുന്ന പേരുകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയിൽ അന്തിമ പട്ടികകൾക്കുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.